ഇവക്ക് 2 തലതെറിച്ച ആൺമക്കളുണ്ട്. ഒരു ദിവസം അവള് വീട്ടിലില്ലെങ്കിൽ അവന്മാരുടെ വീട് തന്നെ കീഴ്മേൽ മറിക്കും. ഇപ്പുറത്ത് നിൽക്കുന്നത് അമ്മയുടെ കൂട്ടുകാരിയാണെന്നുള്ള പരിഗണനയൊന്നും ഈ പെൺകുട്ടിക്ക് കിട്ടാറില്ല. മൂത്തവന്റെ മുറി പരിശോധിച്ചപ്പോ കട്ടിലിന്റെ അടിയെന്ന് ഒരു ഫോട്ടോ കിട്ടി. ഏതൊരു പോൺ സ്റ്റാറിന്റെ ബോഡിയിൽ അവളുടെ കൂട്ടുകാരിയുടെ തല വെട്ടിവെച്ചേക്കുന്നു. ഇതൊക്കെ കണ്ടിട്ടാണ് അവൾ രാത്രി കിടക്കുന്നത്. പിന്നെ ഇവളുടെ കാര്യം പറയുന്നെങ്കിൽ അതൊരു ട്രാജഡിയാണ്. പെണ്ണാണെങ്കിലും ഇവളുടെ ബോഡി ലാംഗ്വേജും പിന്നെ നടത്തമൊക്കെ കണ്ടാൽ ആൺകുട്ടിയാണെന്നേ എല്ലാരും പറയൂ. ഏതെങ്കിലും ഷോപ്പിൽ പോയാൽ എന്ത് വേണം സാർ എന്നാണ് അവരൊക്കെ ഇവളോട് ചോദിക്കുന്നത്. അവൾ തിരിച്ചറിയണമെങ്കിൽ ഞാൻ പെൺകുട്ടിയാണെന്ന് അവൾ അങ്ങോട്ട് പറയേണ്ടി വരും. അങ്ങനെ ഒരു സ്ത്രീയാണെന്ന് തെളിയിക്കാൻ പല പൊടിക്കൈകളും ഇവൾ പരീക്ഷിക്കാൻ തുടങ്ങി. പക്ഷെ ഇവള് പെൺകുട്ടിയാണെന്ന കാര്യം ഇവളുടെ അച്ഛൻ പോലും ഇടയ്ക്കിടയ്ക്ക് മറന്നുപോകും. പെട്ടെന്നൊരു ദിവസം ഇവക്കൊരു ചെറുക്കനെ കണ്ട് വല്ലാണ്ട് ക്രഷ് അടിക്കുകയാണ്. പക്ഷെ അവൻ ഇവളെ മൈൻഡ് ചെയ്യാറേയില്ല. അവന്റെ ഫോക്കസ് കിട്ടാൻ വേണ്ടി ഇവളൊരു റാംബാക്ക് വരെ കാണിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഇവൾ അച്ഛനാണെങ്കിൽ നീ ആ ബ്രാ ഇട്ടിരിക്കുന്നുണ്ടായിരിക്കും അസ്വസ്ഥത വരുന്നത്, നിനക്കത് ആവശ്യമേ ഇല്ല, ഊഴിക്കളയാൻ പറഞ്ഞു. അതിന്റെ വാശിക്ക് പിറ്റേ ദിവസം ഇവളൊരു മേക്ക് ഓവർ നടത്തി. അവസാനം ആ പയ്യൻ തന്നെ എണീച്ചൊന്ന് പേര് ചോദിച്ചു.